കോഴിക്കോട് മാളിക്കടവിൽ യുവതിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തേക്ക്. വൈശാഖം കൊലപ്പെടുത്തിയേക്കുമെന്ന് യുവതിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ച് കൗൺസിലിംഗ് സെന്ററിന് യുവതി സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. താൻ ആത്മഹത്യ ചെയ്തില്ലെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നുമാണ് ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, അന്വേഷണത്തിലേക്ക് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ്, മൊഴിയാണ് ഇപ്പോൾ, വിശദാംശങ്ങളാണ് ലഭ്യമാകുന്നത്. പോലീസ് എങ്ങനെ ഇതിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ഷഹീദ്? പ്രതീക്ഷ, മാളിക്കടവിലെ യുവതി കൊല്ലപ്പെടുന്നതിന്റെ അന്ന് രാവിലെ 9:20 അവരവരുടെ കൗൺസിലറായിരുന്ന കല്ലായി സ്വദേശിയായ ആൾക്ക് കൗൺസിലർക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇവരുടെ കൗൺസിലറുടെ മൊഴിയെടുത്തത്. അപ്പോഴാണ് ഇത്തരമൊരു വാട്സപ്പ് സന്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് തനിക്ക് വധഭീഷണിയുണ്ട്, ഈ വൈശാഖൻ തന്നെ കൊല്ലുമെന്ന് താൻ ഭയപ്പെടുന്നുവെന്ന് യുവതി പറയുന്നു. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല, അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഉത്തരവാദി വൈശാഖനായിരിക്കുമെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ താൻ 16 വയസ്സ് മുതൽ തന്നെ ഈ ലൈംഗിക പീഡനത്തിന് വിധേയയായിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ഈ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഈ വൈശാഖനും യുവതിയും ഒരുമിച്ച് കൗൺസിലറെ കണ്ടിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് തന്റെ ഭാര്യയാണ് യുവതി എന്നായിരുന്നു വൈശാഖൻ ആദ്യം പറഞ്ഞു. പക്ഷേ പിന്നീട് തുടർച്ചയായി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ചൂഷണം നടക്കുന്നു എന്നുള്ള കാര്യം കൗൺസിലർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ 9:20 കൗൺസിലർക്ക് സന്ദേശം അയച്ചിരുന്നെങ്കിൽ കൂടി കൗൺസിലർ ആ വാട്സപ്പ് സന്ദേശം വായിച്ചിരുന്നില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടിയാണ് സന്ദേശം കാണാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും യുവതി കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും ഈ തെളിവുകൾ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. ഈ കേസിലെ പ്രധാന സാക്ഷിയായി ഒരുപക്ഷെ കൗൺസിലർ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തെളിവായി എടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.